മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട 2 നടന്മാരാണ് മമ്മൂട്ടിയും ഇന്ദ്രൻസും. മമ്മൂട്ടിയെ പോലെ പുതിയ സിനിമകൾ കണ്ട് കൃത്യമായി വിലയിരുത്തുന്ന മറ്റൊരു താരമുണ്ടോ എന്ന് തന്നെ സംശയമാണ്. സിനിമ കാണുന്ന കാര്യത്തിൽ വലുതെന്നോ ചെറുതെന്നോ ഒന്നും മമ്മൂട്ടി നോക്കാറില്ല. സിനിമ ഇഷ്ടപ്പെട്ടാൽ അതിന്റെ അണിയറ പ്രവർത്തകരോട് മമ്മൂട്ടി അത് കൃത്യമായി അറിയിക്കാറുമുണ്ട്. കഴിഞ്ഞ ദിവസം നടൻ ഇന്ദ്രൻസിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പുതിയ ചിത്രമായ ആശാന്റെ ട്രെയിലർ ലോഞ്ചിൽ മമ്മൂട്ടി പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. ഇന്ദ്രൻസ് മികച്ച പ്രകടനം കാഴ്ചവെച്ച 2 സിനിമകളെക്കുറിച്ച് മമ്മൂട്ടി പറഞ്ഞു. ജലധാര, പമ്പ് സെറ്റ്, സിൻസ് 1962, കുട്ടന്റെ ചിന്താമണി എന്നീ ഇന്ദ്രൻസിന്റെ 2 ചിത്രങ്ങളെക്കുറിച്ചാണ് മമ്മൂട്ടി സംസാരിച്ചത്. ഈ ചിത്രങ്ങൾ ഒടിടിയിൽ എവിടെ കാണാം എന്ന് നോക്കിയാലോ. ജലധാര, പമ്പ് സെറ്റ്, സിൻസ് 1962. ആഷിഖ് ചിന്നപ്പ സംവിധാനം ചെയ്ത് 2023 പുറത്തിറങ്ങിയ ചിത്രമാണ് ജലധാര, പമ്പ് സെറ്റ്, സിൻസ് 1962. സനു കെ ചന്ദ്രന്റെ കഥയെ ആസ്പദമാക്കി ആഷിഖ് ചിന്നപ്പയും പ്രജിൻ എപിയും കൂടെ ചേർന്നാണ് തിരക്കഥ രചിച്ചത്. മോട്ടോർ മണി എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ ഇന്ദ്രൻസ് എത്തിയത്. ഉർവശിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തി. സനിഷ, അൽതാഫ് അൽ സലീം, സാഗർ രാജനും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ ഇനിയും കണ്ടിട്ടില്ലാത്തവർ ജിയോ ഹോട്ട്സ്റ്റാറിൽ ചിത്രം കാണാനാകും. കുട്ടന്റെ ചിന്താമണി. ഇന്ദ്രൻസ്, ജാഫർ ഇടുക്കി എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി റഷീദ് പാറക്കൽ സംവിധാനം ചെയ്ത ചിത്രമാണ് കുട്ടന്റെ ശിനിഗാമണി. കാലനും ആത്മാവും ചേർന്ന് നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ ചിത്രം. കാലൻ എന്ന അർത്ഥം വരുന്ന ജപ്പാനീസ് വാക്കാണ് ഷിനിഗാമി. ജപ്പാനിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ആളാണ് ചിത്രത്തിന് ഷിനിഗാമി. ഷിനിഗാമി ഒരു ആത്മാവിനെ തേടിയെത്തുന്നതാണ് കഥ. കയ്യിൽ ഒരു ജോഡി ചെരുപ്പുമായിട്ടാണ് ഷിനിഗാമി നടപ്പ്. ഈ ചെരുപ്പ് ധരിക്കുന്നവരുടെ ആത്മാവ് കൂടെ പോരുമെന്നാണ് അവരുടെ വിശ്വാസം. കുട്ടൻ എന്ന ആളിന്റെ ആത്മാവിലേക്ക് ഷിനിഗാമിയുടെ കടന്നുവരവ്. ഇവിടെ കുട്ടന്റെ ആത്മാവിന്റെ ചെരുപ്പ് ധരിപ്പിക്കാൻ ഷിനിഗാമിയുടെ ശ്രമം നടക്കുന്നില്ല. തന്റെ മരണകാരണം അറിയാതെ താൻ ചെരുപ്പിടില്ലെന്നാണ് ആത്മാവിന്റെ വാശി. അദ്ദേഹത്തിന്റെ വാശിക്ക് മുമ്പിൽ ഷിനിഗാമി വഴങ്ങി. ഈ ചിത്രം മനോരമ മാക്സിലും ആമസോൺ പ്രൈം വീഡിയോയിലും എന്നീ പ്ലാറ്റ്ഫോമുകളിൽ കാണാൻ സാധിക്കും.